നമസ്കാരം സാർ. നമസ്കാരം. സാറിന്റെ പേര്? സുമേഷ് പി. നാട്ടിലെവിടെയാണ് സാർ? നാട്ടിലെ ഗുരുവായൂരടുത്ത്. എത്ര വർഷമായി സാർ ഇവിടെ? ഇവിടെ 20ഓളം വർഷമായി. ആണ്. കളരിപ്പയറ്റില് സാറ് എത്ര വർഷമായി? കളരിപ്പയറ്റ് ചെറുപ്പം മുതലേ ഉണ്ട്. ആണ് സാർ. ഇവിടെ കുറെ ശിഷ്യന്മാരുണ്ടായിരിക്കും. ഡൽഹി NCR ഒരുപാട് ആൾക്കാരുണ്ട് സാർക്ക്. പക്ഷെ ഈ ഒരു നമ്മൾ ഇതുവരെ നോർത്ത് ഇന്ത്യയിൽ കാണാത്തൊരു ഇതാണ് കളരിപ്പയറ്റ് ഹരിയാന സ്റ്റേറ്റിന്റെ ഒരു ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഇതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാ? ഹരിയാനയിലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കളരിപ്പയറ്റിന്റെ ട്രെയിനിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അതിന്റെ പ്രധാന കേന്ദ്രമായിട്ട് ഫരീദാബാദ് കളരി സംഘം വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഹരിയാനയുടെ പല ഭാഗങ്ങളിൽ പല ഡിസ്ട്രിക്റ്റുകളിലെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് കളരിപ്പയറ്റ് എന്ന ഈ ഇന്ത്യൻ മാർഷൽ ആർട്ട് ഫോം മുന്നോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹരിയാനയിലുള്ള കുട്ടികൾ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് കളിച്ച് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും അവരെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കേരളത്തിലുള്ള നാഷണൽ ഫെഡറേഷൻ കപ്പ് കളിക്കുകയും ചെയ്തു. അതിനുശേഷം പല കുട്ടികളും ഹരിയാനയിൽ നിന്ന് ഖേലോ ഇന്ത്യയിൽ പങ്കെടുക്കുകയും അതിൽ മെഡലുകളും മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ഖേലോ ഇന്ത്യകളിലെ ഹരിയാനയിലെ കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ കഴിഞ്ഞ നാഷണൽ ഗെയിംസ് ഗോവയിൽ നടന്നതിൽ ഹരിയാനയിലെ കുട്ടികൾ പങ്കെടുക്കുകയും അതിലും ഹരിയാനയുടെ കുട്ടികൾ മെഡലുകൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കളരിപ്പയറ്റ് ഹരിയാനയിലെ അവരുടെ ഓരോ റീജിയണലിലും ഓരോ ഗ്രാമപ്രദേശങ്ങളിലും എത്തിക്കുന്ന ഒരു പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ നല്ല രീതിയിൽ കുട്ടികൾ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുകയും അവരെ നല്ലപോലെ പരിശീലിപ്പിക്കും. അവരുടെ കളികളെ ഇംപ്രൂവ് ചെയ്ത് ഇപ്പോൾ കുട്ടികൾ നല്ല രീതിയിലേക്ക് നാഷണൽ ഗെയിംസ് ആയാലും ഖേലോ ഇന്ത്യ ആയാലും അങ്ങനെയുള്ള നാഷണൽ ചാമ്പ്യൻഷിപ്പിലെല്ലാം കുട്ടികൾ വന്ന് പങ്കെടുക്കും. ശരിക്കും പറഞ്ഞ ഈ ഹരിയാന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിനകത്ത് ഏതൊക്കെ ഇവന്റുകളാണ് നമുക്കിപ്പം സംഘടിപ്പിച്ചേക്കുന്നത്? ഇവിടെ നാഷണൽ IKF ഇന്ത്യൻ കളരിപ്പയറ്റ് ഫെഡറേഷൻ്റെ 3 കാറ്റഗറീസ് ആണുള്ളത്: സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ. അപ്പോൾ സബ് ജൂനിയർ വിഭാഗത്തിലെ ചുവടുകളും മേപ്പയറ്റും ചവിട്ടിപ്പൊങ്ങൽ ഹൈ കിക്കും ഉണ്ട് സബ് ജൂനിയർ കുട്ടികൾക്ക്. ഈ സബ് ജൂനിയർ എന്ന് പറയുന്നത് അണ്ടർ 14 ഇയേഴ്സിലുള്ള കുട്ടികളാണ്. പിന്നെ ഉള്ളത് ജൂനിയർ കാറ്റഗറിയാണ്. ജൂനിയർ കാറ്റഗറിയിൽ മെയ്പ്പയറ്റും ചുവടും ഹൈ കിക്കും അത് കൂടാതെ കുറുവടിപ്പയറ്റും അതുകൂടാതെ നെടുവടിപ്പയറ്റും വാളും പരിചയം ഉറുമിപ്പരിചയം കുട്ടികൾക്ക് ഇവിടെയുണ്ട്. പിന്നെ സീനിയർ കാറ്റഗറി എന്ന് പറയുന്നത് ജൂനിയർ കാറ്റഗറി എന്ന് പറയുന്നത് 14 to 18 ആണെങ്കിൽ സീനിയർ കാറ്റഗറി 18 and above ആണ്. അപ്പോൾ 18 and above കാറ്റഗറിയിലെ ചുവടുകളും മേപ്പയറ്റും ഹൈ കിക്കും അതായത് ചവിട്ടിപ്പൊങ്കലും അതുകൂടാതെ കൈപ്പോരും അൺആംഡ് കോമ്പാക്റ്റും പിന്നെ ഉള്ളത് വാളും പിന്നെ കുറുവടിപ്പയറ്റ് പിന്നെ നെടുവടിപ്പയറ്റ് പിന്നെ വാളും പരിചയം ഉറുമിപ്പരിചയം പിന്നെ ഉറുമി വീശലും. അപ്പോൾ ഇത്തരം ഇവൻറ്റുകളാണ് സീനിയർ കാറ്റഗറിയിൽ നടത്തുന്നത്. അപ്പോൾ ഇതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാ വിഭാഗങ്ങളിലും സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഇതിൽ പങ്കെടുക്കും. അപ്പോൾ ഹരിയാനയിൽ അത് ഓൾ ഇന്ത്യ ലെവലിൽ കണ്ടെത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് സാർക്ക് തോന്നിയിട്ടുണ്ടോ? അതെ, ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു പരിശ്രമത്തിലാണുള്ളത്. ഇനിയും മുന്നോട്ട് പോകണം. അതിനുള്ളൊരു തയ്യാറെടുപ്പാണ് ഇതെല്ലാം. അതിനേക്കുള്ളൊരു പ്രിപ്പറേഷനാണ് ഈ എല്ലാം. നമ്മുടെ ഭാരതമണ്ണിലുള്ള എല്ലായിടത്തും കളരി നല്ല പോലെ തഴച്ചു വളരുകയും നല്ല രീതിയിൽ ഇതിൻ്റെ പരിശീലനവും കുട്ടികളിലേക്ക് എത്തിക്കുവാനും ഈ കാലഘട്ടത്തിന് തന്നെ ഒരു ഡിമാൻഡായിട്ട് എന്താ പറയുക, അത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. അപ്പോൾ ഈ തിരക്ക് പിടിച്ച സമയത്തും എന്താണ് സാർ ഈ ഒരു സമയത്ത് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.